നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പിന്നെ പറയാം. അച്ഛാ കണ്ടിന്യൂ. ലിൻഡ ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷ്. താങ്ക് യു. ലിൻഡ ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ. നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാരു ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. അജു ഫാദർ വന്നില്ലേ? അതെ അങ്ങോട്ട് ഡാഡി ദേ ഫോട്ടോ. അങ്ങോട്ട് പോയി. ആ നടക്കാം. പിന്നെ കാണണേ. പിന്നെ കണ്ട ഇതെന്താ? ഒന്നടങ്ങി നടക്ക കൊച്ചി. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചായ ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരെ ഒന്ന് പോയി. ഇനിയിപ്പൊ ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനെന്നാ അവരുടെ കൂടെ പോട്ടെ. ഇച്ചായ വരില്ലേ? വന്നേക്കണേ. ലൈറ്റ് ഓൺ ആക്കണോ പോയെ? ബ്ലോക്കിലൊന്നും പെട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോവാ. മോളെ നേരെ നിൽക്ക്. നീ വന്നു. എല്ലാവരും ചേർന്നു. സമയായി സാറിന് വേഗം പോണം. എല്ലാരും കഴിച്ചിട്ട് കേട്ടോ. ശരി. ഫോട്ടോ എടുക്കണ മമ്മി വിശക്കുന്നു. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനുള്ളതല്ലേ. ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കും. അത് മതി. ഇപ്പൊ തന്നെ വേണം. മോളെ പറയുന്ന കേക്ക്. അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോയി കഴിച്ചേച്ച് വരാം. വാ മോളെ. ചക്കര ആ ഹലോ നമസ്കാരം. അതെ ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവിടെ ഇരിക്കും കേട്ടോ. എന്റെ ഒപ്പം കഴിക്കണേ. ഓ ശരി. മോള് പതുക്കെ.
സംഗതി ഇവ വിദേശിയാ, ഇതൊരു പോഷ് സെറ്റപ്പുവാ. എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല. പിന്നെ അല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. ഓ, അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ഛ. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ? അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയ അളിയനെ ഇങ്ങനെ കണ്ടിട്ട്? ഇപ്പോഴല്ല അളിയന്റെ ശ്വാസം നേരെ ഇവിടെ. സത്യം പറഞ്ഞാല് കാശിലും സ്വത്തിലൊന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ല അല്ലേ? പിന്നെ ആ റജി പോരെ, ഫാമിലി ഒന്നും ഇല്ലടാ. അടിപൊളി. ഹായ് റോയ്. പറയാൻ വഴി എന്തോ എന്താ കഴിക്കുന്ന റോയ് ഒന്ന് വന്നേ. ഉമ്മച്ച ഞാനൊന്ന് ഫിനിഷ് അതൊക്കെ അയച്ചു. പിന്നെ തീർക്ക. നീ വാ വാ. ഞാനൊന്ന് തീർത്തോട്ടെ തന്നെ. ഞാൻ പറയുന്നത് കേൾക്ക്. അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യക്കാരുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാനിപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. സാർ എന്താ വേണ്ടത്? എന്തെങ്കിലും എടുക്ക്. ദാ, നോക്ക്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇല്ലേ? ഒന്നുമില്ല, ഇതൊക്കെ ഇവിടുത്തെ ലാളിച്ചോളത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ ഹലോ മാത്യു. വേണ്ട, നിന്റെ കഴിച്ചു. അടുത്ത വാരം ആക്ച്വലി ബെൻഡ് ആയിരുന്നല്ലേ? ഹായ് ഹായ്. ഹലോ. റെഡിയില്ലേ? നല്ല രസമുണ്ടല്ലേ? കാശ് കുറെ പൊടിച്ചിട്ടുണ്ട്. ആഹാ മോളി. ആഹാ എല്ലാം ഉണ്ട്. എത്ര നാളായി എല്ലാം കണ്ടിട്ട്. Only echoes passing through the night. The lines on my face, your fingers once traced, fading reflection of what was. സൂസ, ഒന്ന് വന്നേ. Thoughts rearrange, familiar now strange. All my skin is drifting on ഇവ the കൂരുളപ്പോഴും wind. ഇവിടെ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. Spring brings the rain. When winter comes pain, every season has an end. അവൻ ഗൂഗിളിലെ വർക്ക് ചെയ്തു. I try to see through the disguise, കുറച്ചുപേരുണ്ട് ഇവിടെ. but the clouds were there, blocking out the sun. The sun. കഴിച്ചെന്നുണ്ട്. ആ അപ്പം ശരി. ആ
കഴിച്ചല്ലോ അല്ലേ? ഞാൻ വന്ന് വേറൊരു കാര്യം പറയാം. അളിയ നമ്മുടെ റിൻസിയുടെ ബ്രദർ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഞാൻ ആക്കി തരാം. Thoughts rearrange, familiar now strange. All my skin എന്നാ അളിയ? അതൊക്കെ നാളെ പുള്ളിയായിട്ട് എങ്ങനെ പരിചയം എന്നുള്ളതാ. അതും കൂടെ എടുക്ക്. സംസാരം കണ്ടപ്പോ നിങ്ങൾ ഫ്രണ്ട്സാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവരോടും അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അയാൾ ആരായാലും കക്ഷി കുറെ നേരമായിട്ട് അളിയന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നീ അയാൾ മാർവാടിയുടെ ആളെന്നാണോ? ഏയ് അതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്താ. There's an end. There's an end. പൊയ്ക്കോളൂ. അതെ, ഇതൊരു കല്യാണ വീടാ, മരണ വീടല്ല. ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ഇവിടെ എപ്പോഴും നിൽക്കാൻ, മനസ്സിലായില്ലേ? ആ, അത് ആ ടേബിളിൽ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തേ. താനെന്താ ഇവിടെ എപ്പോ വാ, ഇങ്ങോട്ട് വാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഭാര്യയും കുട്ടികളൊക്കെ ഒന്നും വന്നില്ലേ? ഓ, അവര് ഭക്ഷണം കഴിക്കണം. കഴിക്കട്ടെ, അവരെ ബുദ്ധിമുട്ടില്ല. ഫുഡ് കൊള്ളാൻ കേട്ടോ. ഹായ് വൺസ് മോർ. മോളെ കഴിക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. എന്റെ കർത്താവ്, ഇതെന്തുവാണോ നീ കാണിച്ചേ? ദേ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഹരീഷ, അവിടെ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുക്ക്. അപ്പൊ കൊടുക്കാം. ഇതൊക്കെ ഞാൻ ശരിയാക്കുന്നു വെച്ചാ ക്ലീൻ ചെയ്യടാ. ചേട്ടാ ഈ പ്ലേറ്റും കൂടെ പൊട്ടിക്കാം. ആ മോളെ കഴിച്ചു കഴിഞ്ഞല്ലേ പോയി കൈ കഴിയിട്ട് ഫോട്ടോ എടുക്കാം. വാ. ഏയ് വാ, റോഹൻ വാ. ഫോട്ടോ എടുക്കാം. വാ. മോനെ ആന്റി ഇതെങ്ങോട്ടേ ഓടുന്നു? മേരി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? എത്ര കാലായി. സുഖായിരിക്കുന്നു. ആ, കഴിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. അപ്പൊ പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. സുഖം. സുഖായി. ഓ, അവൾക്ക് എന്നാ ഇപ്പൊ എവിടുന്നാ വരുന്നേ? കുര്യച്ചന്റെ അവിടുന്ന്, പള്ളിക്കകത്തോട്. ആ മോളെ, സുഖാന്നോ? ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ടൊന്ന് കാണാൻ പറ്റി. അയ്യോ, കല്യാണം കൂടാൻ ഒക്കത്തില്ല. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തല്ലയോ. തിരിച്ചു പോണ്ടായോ? ജെയിംസ് എന്നാ നാട്ടിൽ വരുന്നത്? അടുത്ത മാസം വരും. അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ മനസ്സമ്മതമായി